ദക്ഷിണേന്ത്യയിലെ തന്നെ 1200-ലധികം ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി രൂപീകരിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇന്ത്യയിലെ തന്നെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഈ ബോർഡാണ്. ശബരിമല തന്നെയാണ് ഈ ദേവസ്വത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്. 75 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1950-ലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത്. ഏകദേശം 1252-ലധികം ക്ഷേത്രങ്ങളാണ് ഈ ബോർഡിന്റെ കീഴിലുള്ളത്. ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ക്ഷേമം മുന്നിൽ കണ്ടാണ് ഈ ബോർഡ് പ്രവർത്തിക്കുന്നത്. ക്ഷേത്ര സ്വത്തുക്കൾ പരിപാലിക്കുക, ക്ഷേത്രത്തിന് അകത്തും പുറത്തുമുള്ള പ്രദേശങ്ങളുടെ വികസനം, തീർത്ഥാടകരുടെയും ക്ഷേത്രങ്ങളുടെ ജീവനക്കാരുടെയും ക്ഷേമം, ക്ഷേത്രങ്ങളിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ വാങ്ങി നൽകുക, തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിലെ നിയമപരമായ കാര്യങ്ങളിൽ ക്ഷേത്രത്തെ പ്രതിനിധീകരിക്കുക, തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിലെ നിയമപരമായ കാര്യങ്ങളിൽ ക്ഷേത്രത്തെ പ്രതിനിധീകരിക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഈ ബോർഡ് ചെയ്തു വരുന്നത്. 1949 മെയ് മാസത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഒപ്പുവച്ചതും ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചതും ഉറപ്പു നൽകിയതുമായ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ബോർഡിന്റെ ഭരണഘടന രൂപീകരിച്ചത്. പ്രസിഡന്റും 2 അംഗങ്ങളും ബോർഡിൽ ഉൾപ്പെടുന്നു. ഒരംഗത്തെ മന്ത്രിമാരുടെ കൗൺസിലിൽ നിന്ന് ഹിന്ദുക്കൾ നാമനിർദ്ദേശം ചെയ്യും. മറ്റേ അംഗത്തെ കേരള സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ തിരഞ്ഞെടുക്കും. പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷത്തേക്കാണ്. ഇതിന് ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. അതാണ് തിരുവനന്തപുരത്തെ നന്തങ്കോട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയാണ് ഈ ദേവസ്വത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്. 80 കോടി രൂപയുടെ അധിക വരുമാനവും 440 കോടി രൂപയുടെ മൊത്ത വരുമാനവുമാണ് ശബരിമലയ്ക്ക് ഈ വർഷം നേടാനായത്.